നമസ്കാരം. ഇറാനും ഇസ്രായേൽ അമേരിക്കയുടെയും സംയുക്ത യുദ്ധം മുന്നേറിക്കൊണ്ടിരുന്നു. നിരന്തരം വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പല വാർത്തകളും ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്തകൾ പോലും വന്നു. അതായത് ഇന്ത്യ വളരെ കൃത്യമായി ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഇനി ഇറാൻ ആക്രമിക്കുന്നതാണെങ്കിലോ ഗൾഫ് മേഖലയാണ്. സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും അടക്കമുള്ള ഗൾഫ് മേഖലയെ, മധ്യേഷ്യൻ മേഖലയെ നിരന്തരം ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഈ മേഖലയിലൊക്കെയാണ് മലയാളികൾ തൊഴിലെടുക്കുന്നത്, ഭാരതീയർ തൊഴിലെടുക്കുന്നത് എന്ന് ഈ മാധ്യമങ്ങളൊന്നും ചിന്തിച്ചതേയില്ല. അപ്പോഴും അവർ ഊന്നി നിന്നത്, അവർ പിന്തുണച്ചത് ഇറാനെ മാത്രം. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇറാനെ മാത്രം ഇങ്ങനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം? അത് വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാകും. മതം മാത്രം നോക്കിക്കൊണ്ട് മറ്റ് സൗദിയിലേക്കോ ഖത്തറിലേക്കോ ബഹ്റിനിലോ ഒക്കെയും മതം നോക്കിക്കൊണ്ട് ഈ രീതിയിൽ സമീപിക്കാമെങ്കിലും എവിടെയാണോ കുറ്റം പറയാൻ പറ്റുന്നത്, അതായത് ജൂതന്മാരെ എവിടെയാണോ കുറ്റം പറയാൻ പറ്റുന്നത്, ആ മേഖലയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. പക്ഷേ ഒരു ഭാഗത്ത് അവതാളത്തിലായിക്കൊണ്ടിരുന്നത് മധ്യേഷ്യയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന, മലയാളി ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള മേഖലയാണ്. അതോടൊപ്പം അങ്ങനെ നേരെ യൂസഫ് അലി രംഗത്തേക്ക് വരുന്നു. യൂസഫ് അലി പറയുന്നു, ഈ രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന്. പൊടുന്നനെ പല വാർത്തകളും അപ്രത്യക്ഷമായി. അതായത് ഒന്ന് കണ്ണുരുട്ടിയാൽ, യൂസഫ് അലി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ വളരെ കൃത്യമായി മലയാളത്തിലെ മാധ്യമങ്ങൾ പത്തിയും ചുരുട്ടി വാലും ചുരുട്ടി മാറി നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ രീതിയിലാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ സമീപനമെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് ഈ മാധ്യമങ്ങൾ, നിങ്ങൾക്ക് എന്തിനാണ് നിരന്തരം രാജ്യത്തിനെതിരെ എന്ന രീതിയിലാണ്? കാരണം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യമെടുക്കുന്ന ചില നയങ്ങളുണ്ട്, രാജ്യത്തിൻ്റേതായ തീരുമാനങ്ങളുണ്ട്, രാജ്യ താൽപ്പര്യങ്ങളുണ്ട്. ഈ രാജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ രാജ്യത്തിന് പെരുമാറാൻ കഴിയുകയുള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ പൗരന്മാർ ഏറ്റവും അധികം തൊഴിലെടുക്കുന്ന ഗൾഫ് മേഖലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിന് പെരുമാറാൻ പറ്റില്ല. ആ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തി, ആ രാജ്യങ്ങൾക്കെതിരെ, മധ്യേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തിയിട്ട് പോലും ഈ രീതിയിൽ ഇറാനെതിരെ ഒരു വാക്ക് പോലും പറയാൻ മാധ്യമങ്ങൾക്ക് പറ്റുന്നില്ല. എന്തിനായിരിക്കാം? അതായത് ഇവിടെ ഇടതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന മാധ്യമങ്ങൾ, മതം എവിടെയാണോ മതം വളരെ കൃത്യമായി നിൽക്കുന്നത്, ആ മേഖലയിലേക്ക് തങ്ങളുടെ അച്ചുതണ്ട് തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാണ് അവർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇതൊരിക്കലും ശരിയായ ഒരു രീതിയേ അല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.